ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വിശേഷങ്ങളിലേക്കായി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സ്വീപ്പി കൈയോടുകൂടെ തന്നെ വാതിൽ ചവിട്ടി പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് അരുന്ധതിയുടെ വീട്ടിൽ കിടന്ന് ബഹളം കാണിക്കുകയാണ്. ആ സമയത്ത് അരുന്ധതി അവിടെ ആരും ഇല്ല എന്ന് ഒരു 100 തവണ പറയുന്നുണ്ടെങ്കിലും ഡോറാണെങ്കിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് സംശയമാവുന്നുമുണ്ട്. നേരത്തെ വന്ന സമയത്ത് ഡോറ് ഓപ്പൺ ആയിട്ട് കിടന്നതും മനസ്സിലുണ്ട് താനും. ആ സമയത്ത് പറയുന്നുണ്ട്, മാഡം ഇവിടെ കള്ളനുണ്ട്, മാഡം പോലീസിനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കും, മാഡത്തിൻ്റെ സുരക്ഷ എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അത് കേട്ടിട്ട് അരുന്ധതി പറയുന്നുണ്ട് ആരുമില്ല എന്ന്. പക്ഷെ അയാളാണെങ്കിൽ വാതിൽ ചവിട്ടി പൊളിക്കും എന്നുള്ള ആ ഒരു ഘട്ടം എത്തുന്ന സമയത്താണ് ഋഷി സ്വമേധയാ വാതിൽ തുറന്ന് പുറത്തു വരുന്നത്. ഇതെന്താ പ്രേതമാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ അലറി വിളിക്കുന്നുണ്ട്. ഇത് പ്രേതമല്ല, ഭൂതമല്ല, ഒന്നുമല്ല, ഇങ്ങോട്ട് നോക്ക്, ഇത് ഞാനാണ് ഋഷി. ഈ ഋഷിയെ തന്നെയല്ലേ മാഡം അന്വേഷിച്ച് നടക്കുന്നത്? അപ്പോൾ പിന്നെ മരിച്ചില്ലേ എന്നുള്ള ഒരു ചോദ്യം അയാളുടെ മനസ്സിലേക്ക് വരുന്നുമുണ്ട്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, CP ക്ഷമിക്കണം, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് പോവുകയും ചെയ്യരുത്. ആ സമയത്ത് അയാൾ ചോദിക്കണം, എന്താ മാഡം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതിപ്പോൾ ഋഷിമോൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ ആരെ പറ്റിക്കാനാണ് എങ്ങനെ നടക്കുന്നത്? അപ്പോഴേക്കും ഋഷി നടന്ന കാര്യങ്ങൾ മുഴുവനും പറയുന്നുമുണ്ട്. ഈ ഋഷി എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വീണ്ടും വീണ്ടും CP പറയാണ്. അത് കേട്ടിട്ട് അരുന്ധതി പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഇവനാണെങ്കിൽ തീയിൽ ചവിട്ടിയാണ് നടക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ചന്ദ്രോത്തുകാരോടുള്ള പക അത് ഇവൻ അടക്കുന്നതുമില്ല. ഞാൻ പറഞ്ഞതാ എല്ലാം തുറന്ന് പറയാൻ, പക്ഷെ സമ്മതിക്കുന്നില്ല. CP പറയുന്നുണ്ട്, മാഡം ഇത് തീക്കളി തന്നെയാണ്, അവരെങ്ങാനും കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഋഷിയെ അവർ കണ്ടുപിടിക്കും, ഒടുവിൽ അവരാണെങ്കിൽ ചീറ്റിംഗ് കേസിൽ പിടിച്ച് അകത്തിടുകയും ചെയ്യും. അത് കേട്ട് അരുന്ധതിയുടെ മുഖം വാടുന്നുമുണ്ട്. അതേസമയം നന്ദനാണെങ്കിൽ ഇപ്പോഴും പേടി തന്നെയാണ്. എന്നാലും നന്ദൻ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു, ഋഷിയെ ഞാൻ കൊന്നു, അതും എൻ്റെ കൈകൊണ്ട്. അതിന് ശിക്ഷ ഞാൻ അനുഭവിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ള മാനസിക പിരിമുറക്കം അവസാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടും ദേവിക പോലും ഒന്നും പറയാതെ തിരിച്ചുപോയി. അത് കേട്ടിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇതുവരെ നീ ഞങ്ങളെ എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചു, അതിന് നിനക്ക് കൂട്ടു നിന്നത് നിൻ്റെ അമ്മ തന്നെയാണ്, കൂടെ ആ കെവിനും ഇസബല്ലയും എല്ലാവരും ഉണ്ട് താനും, അതുകൊണ്ടൊക്കെ പറയാണ്, ഇനി ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കുക. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹരിയേട്ടൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ മാത്രമേ ഞാൻ നിന്നോട് പറയുകയുള്ളൂ. നിന്നെ പോലീസിൽ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ഏൽപ്പിച്ചേനെ. ഇതിപ്പോൾ എന്തൊക്കെയോ നൂലാമാലകൾ ഇതിൽ കിടന്ന് കുരുകുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ നമ്മൾ ആരും കാര്യം ഇടപെടേണ്ട കാര്യമില്ല. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എനിക്ക് ദേവിയെ നഷ്ടപ്പെടുമോ അച്ഛാ? അത് കേട്ട് സിദ്ധാർത്ഥന് ദേഷ്യം വരികയാണ്, നീ ദേവിയെക്കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നെഞ്ചത്ത് കൈവച്ച് കിടന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അതേസമയം സിദ്ധാർത്ഥൻ ആഗ്രഹിക്കുന്ന പോലെ മാധവനും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, എത്രയും വേഗം തന്നെ ദേവികയും നന്ദനും ഒരുമിക്കണം. ഈ ഒരു കൊലപാതക രഹസ്യം അവർക്കറിയാത്തതുകൊണ്ട് തന്നെ ദേവികയും നന്ദനും തമ്മിലുള്ളത് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് കാരണമാണെന്ന് മാധവൻ വിചാരിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയാണ്, മോളെ എനിക്ക് അർജൻറ്റായിട്ട് നന്ദനെ ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. ഞാൻ പലതവണ പറഞ്ഞതാണ്, അവനൊരു അബദ്ധം പറ്റിയിട്ടാണ് എൻ്റെ തലയിൽ അടി കിട്ടിയതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് നന്ദനെ കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ദേവിക പറയുന്നുണ്ട്, അച്ഛൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം, അതായത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയല്ലേ, അതിനെപ്പറ്റി സംസാരിക്കേണ്ട സമയമല്ല, ഒരുപാട് നൂലാമാല പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അത് കേട്ട് അയാൾ പറയാണ്, എന്തായാലും നീ ഒരു MLA ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഇനി MLA ആയാലും മന്ത്രി ആയാലും എന്തൊക്കെ ആയാലും ശരി, നീ എൻ്റെ മകളാണ്, നിൻ്റെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് നന്ദനും നീയും തമ്മിൽ ഒന്നിക്കണം, അല്ലെങ്കിൽ എനിക്ക് മോനെ ഒന്ന് കാണണം, അവൻ ഇപ്പോഴേ പേടിച്ചിരിക്കുന്നുണ്ടാവും, എനിക്കാണെങ്കിൽ അവനെ കണ്ടൊന്ന് സംസാരിക്കണം, തുറന്ന് തന്നെ സംസാരിക്കണം. അത് കേട്ട് ദേവിക പറയുന്നുണ്ട്, ഒരു വാക്ക് പറഞ്ഞാൽ നന്ദു വരും, പക്ഷേ നന്ദു വരുന്ന സമയത്ത് അച്ഛൻ ഞങ്ങളുടെ കാര്യം എടുത്തിടരുത്. അത് കേട്ട് മാധവൻ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കാര്യമല്ലാതെ മറ്റൊന്നും പറയാനില്ല. ദേവികയും നന്ദനെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് മാധവൻ പെടാപ്പാട് പെടുന്നുമുണ്ട്. എന്തായാലും കുറേയേറെ കള്ളത്തരങ്ങൾ വെളിവാകാനായിട്ട് പോവാം. ആ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.